പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. പ്രോത്സാഹിപ്പിച്ചു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനോട് ഈ കോടതിന്റെ നിലപാടിനോട് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ അവർക്ക് ആരും സജ്ജരല്ല, അവരാരും താല്പര്യപ്പെടുന്നില്ല. അതല്ല ഇന്ത്യയുടെ ഒരു താല്പര്യം, അതല്ല നമ്മുടെ രാജ്യത്തിന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ഈ കോടതിയിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, നിർമ്മല കോടതിന്റെ കവാടം കടന്ന് നിങ്ങൾ വന്നു കഴിയുമ്പോൾ, ഈ പ്രിൻസിപ്പൽ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മറ്റു കോടതിയിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാരത മഹാരാജ്യത്തിന്റെ പ്രിയാമ്പിളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അത്തരം മൂല്യബോധമുള്ളവരാകണം, രാജ്യസ്നേഹമുള്ളവരാകണം, അത്തരത്തിലൊരു കാഴ്ചപ്പാട് പുലർത്തുന്നവരാകണം വിദ്യാർത്ഥികൾ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അത് നമ്മൾ നടപ്പിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. എന്തിനാണ് ചർച്ച? ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകുമ്പോഴല്ലേ ചർച്ചയ്ക്ക് ഇടയുള്ളൂ. ഇവിടെ അങ്ങനെ നമ്മുടെ പൊതുസമൂഹം ആരെങ്കിലും അങ്ങനെ ചർച്ചയെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നിർമ്മല കോടതി എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് ശരി, അതാണ് വ്യക്തം, അതാണ് സുതാര്യം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു, അംഗീകരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു, അവരെ ഞാൻ കാണുന്നു, അവരെ സ്വീകരിക്കുന്നു. അവരോട് വളരെ ബഹുമാനത്തോടുകൂടി ഞങ്ങൾ അവരെ സ്വീകരിക്കുകയാണ്. ഒരേ നിലപാടുള്ളവർ ഇവിടെ വരുന്നു, അവരുടെ ബന്ധം സ്നേഹം അറിയിച്ചു പോകുന്നു. അത്രമാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. ഒരു ചർച്ച അതിനകത്തില്ല. ഓക്കെ. ഈ പർട്ടിക്കുലർ ഈ ആവശ്യം ഉന്നയിച്ച കുട്ടികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു? നിങ്ങൾ ആ വീഡിയോസ് കണ്ടിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, ഏത് വിഭാഗമാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളെ തരംതിരിക്കാൻ സാധിക്കുക? അവർ നിർമ്മല കോടതി വിദ്യാർത്ഥികൾ എന്നതിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെയോ അല്ലെങ്കിൽ ഇതിന്റെയോ പേരിൽ നമുക്ക് ആരെയും അങ്ങനെ നമുക്ക് അധിക്ഷേപിക്കാൻ സാധ്യമല്ലല്ലോ. അവർ ഞങ്ങളുടെ വിദ്യാർത്ഥികളല്ലേ, ആ രീതിയിലാണ് ഞങ്ങൾ അവരെ കാണുന്നത്. പക്ഷെ വിദ്യാർത്ഥികളാണെങ്കിലും അവർ തെറ്റ് ചെയ്യുമ്പോൾ അവർ തിരുത്തപ്പെടേണ്ടതാണ്. ഈ വിദ്യാർത്ഥികൾക്ക് തെറ്റ് മനസ്സിലാക്കണമെന്നാണ് ആശങ്ക കരുതുന്നത്. പിന്നീട് ഇന്ന് ഇത് വെള്ളിയാഴ്ച നടന്ന സംഭവം, ശനിയാഴ്ച അവധിയായിരുന്നു, ഞായറാഴ്ച അവധിയായിരുന്നു. ഇനി ഇതിന്റെ ഇടയിൽ അവരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് കോളേജ് കൗൺസിൽ ഇന്ന് രാവിലെ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട മാനേജേഴ്സിന് അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എടുത്ത തീരുമാനം ഇതാണ്: ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് മുഴുവൻ സമൂഹത്തിലേക്കും ഇതിന് ശ്രദ്ധ തിരിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ. ഈ ഒരു പ്രത്യേക വിഷയത്തിലേക്ക് രാജ്യം മുഴുവൻ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. അപ്പോൾ ഈ സന്ദർഭത്തിൽ അതിനെ കുറെ കൂടെ നമ്മൾ വളരെ സൗഹാർദ്ദപരമായി കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികൾ അവർ നിർമ്മലയുടെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തെറ്റിദ്ധരുത്തലുകളും സ്വാഭാവികമായിട്ടും. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കരിക്കാൻ പ്രത്യേക ഇടം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾ